നമസ്കാരം. സ്റ്റോറി ടെല്ലിംഗ് വിത്ത് ഡോക്ടർ ഷുബാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്ക്, ഇത് ഒരു ചർച്ചയായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ്. 22 വയസ്സുകാരനായ ഒരു യങ് അഡൽട്ട് ആണ് എൻ്റെ കോൺവെർസേഷൻ പാർട്ണറായിട്ട് കൂടെ ഉള്ളത്. അദ്ദേഹം ഈ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് സ്ക്രീനിൽ വരാൻ ബുദ്ധിമുട്ടുണ്ട്. ബട്ട് ഹീ ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ് കോൺവെർസേഷൻ. സോ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ ടോപ്പിക്കാണ്. ഒരുപാട് പേരൊന്ന് ചർച്ച ചെയ്ത് അങ്ങനെ കാണാത്തത് ഡോപ്പമൈൻ ഡീടോക്സിസിറ്റി എന്നുള്ള ടോപ്പിക്കാണ്. ഡീടോക്സിഫിക്കേഷൻ ഓഫ് ഡോപ്പമൈൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതായത് നമുക്ക് ഡീടോക്സ് മീൻസ് ലൈക്ക് ഇറാഡിക്കേറ്റിംഗ് ഓർ ആൻഡ് ഡോപ്പമൈൻ മീൻസ് നമ്മുടെ എനർജി ഹോർമോൺ, അതിനെ കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്യണേ. പക്ഷെ എനിക്ക് തോന്നുന്നത് റെലവെന്റ് അല്ല എന്നൊരു അഭിപ്രായമാണ്. കാരണം ഡോപ്പമൈൻ നമ്മുടെ ബോഡിയിൽ തന്നെ ഭയങ്കര ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഹോർമോൺ തന്നെയാണ്. ഓക്കെ, അപ്പോ പറഞ്ഞത് ശരിയാണ്. ഡോപ്പമൈൻ സാധാരണ നമ്മൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഡോപ്പമൈൻ ഹാപ്പി ഹോർമോണിന്റെ കൂട്ടത്തിലാണ്. അതൊരു നമുക്കൊരു എനർജി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. നമ്മുടെ ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നത് ബേസിക്കലി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ തന്നെയാണ്. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടർ, ഇത് ഹാപ്പിനെസ്സും ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ മോട്ടിവേഷൻ ഹോർമോൺ കൂടെയാണ്. അപ്പൊ മോട്ടിവേഷൻ എന്ന ഹോർമോൺ കൊണ്ട് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം തരുന്ന, അതായത് നമ്മുടെ ഡോപ്പമൈൻ്റെ ത്രഷ് ഉണ്ടാക്കുന്ന, ഡോപ്പമൈൻ ലെവല് സ്പൈക്ക് ഉണ്ടാക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു എനർജി ലെവല് കൂട്ടും. അപ്പോൾ ഈ എനർജി ലെവല് എന്തിൽ നിന്ന് വരുന്നു എന്നുള്ളത് നമ്മുടെ തലച്ചോറിന് വ്യക്തമായിട്ടുള്ള ഐഡിയ ഇല്ല. ലൈക്ക് ഇപ്പോൾ നമ്മളൊരു നല്ലൊരു ബിരിയാണി കഴിച്ചാൽ നമ്മുടെ ബോഡിയിൽ സന്തോഷം വരുമ്പോൾ ഒരു ഡോപ്പമൈൻ ത്രഷ് ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡീപ്പർ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായാൽ, ഫോർ ഗേൾ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുമ്പോൾ ഒരു ഹാപ്പിനെസ് ഹോർമോൺ ഉണ്ടാവും. അതും ഒരു ഡോപ്പമൈൻ ത്രഷ് ക്രിയേറ്റ് ചെയ്യും. സെയിം ടൈം കൊക്കൈനും ഒപ്പിയോയിഡ്സും ഒക്കെയുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോഴും ഡോപ്പമൈന് ത്രഷ് ഉണ്ടാവും. അപ്പം നമ്മുടെ തലച്ചോറിന് അറിയില്ല ഇതെന്തുകൊണ്ട് ഈ ഒരു ഹാപ്പി ഹോർമോൺ വരുന്ന, എന്തിൽ നിന്ന്, എന്തുകൊണ്ട് എന്നുള്ളതല്ല, എന്തിൽ നിന്ന് ഹാപ്പി ഹോർമോൺസ് വരുന്നു എന്നുള്ളത് നമ്മുടെ തലച്ചോറിന് വ്യക്തമായ ഐഡിയ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ത്രഷ് കൂടുന്നു എന്ന് പറഞ്ഞതിന്റെ സിഗ്നിഫിക്കൻസ് സംസാരിച്ചാൽ മാത്രമേ ഇത് എങ്ങനെ നമുക്ക് ഡീടോക്സ്, ഇപ്പോ നീ പറഞ്ഞു ഇതിന്റെ ഓവർലോഡിനെ കുറയ്ക്കേണ്ട കാര്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഒബ്വിയസ്ലി പോസിറ്റീവ്, നമുക്ക് ഈ ഡോപ്പമൈൻ വേണം, ഇത് കുറയ്ക്കുന്നതിന്റെ ഒരു ആവശ്യകതയില്ല എന്ന് പറഞ്ഞു. സോ ഇത് എന്തുകൊണ്ട് ഓവർ ഡോസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു? അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് ഒരുപാട് ഫോക്കസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ഡോപ്പമൈൻ ഓവർലോഡ് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഡോപ്പമൈൻ ഓവർലോഡ് വരുന്നത് എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് 2002 ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്നത്, ക്ലിനിക്കൽ പ്രാക്ടീസ് തുടങ്ങുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി കുട്ടികളാണ് കൂടുതലും എൻ്റെ ക്ലിനിക്കിൽ വരുന്നത്. അപ്പോൾ ഒരു ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് എന്നുള്ള തരത്തിൽ മിക്കപ്പോഴും ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എന്നെ കാണാൻ വരുന്നത്. അപ്പോൾ നാച്ചുറലി പല വിസിറ്റ് വരുന്ന സമയത്ത് കുട്ടികൾ വളരെ ഇന്റിമേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്ത് തുടങ്ങും. പലരും അവരുടെ ബർത്ത്ഡേക്കോ മറ്റോ ഒക്കെ മിഠായികൾ കൊണ്ടുവരും. അപ്പോൾ സാധാരണഗതിയിൽ ഞാനിത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന കാൻഡിഡേറ്റ്സിന് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് പതിവ്. അപ്പോൾ അന്നൊക്കെ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ക്യാൻഡി കയ്യിൽ കിട്ടുമ്പോൾ ഒരു 10 വയസ്സുകാരൻ്റെ അല്ലെങ്കിൽ 6 വയസ്സുകാരൻ്റെ കാര്യയുടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് ആ സെയിം സംഭവം ഞാൻ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ബട്ട് ഐ കാൺ സീ ദ സെയിം ഇൻ ദം. കാരണം എന്താ വെച്ചാൽ ഇന്ന് അവരുടെ ബ്രെയിനിലുള്ള ഡോപ്പമൈൻ ത്രഷ്, ഈ കൊച്ചു കാര്യങ്ങൾക്കുള്ള സന്തോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഡോപ്പമൈൻ ത്രഷ് നിന്നുപോയിരിക്കുന്നു. അതിന്റെ കാരണമാണ് നമ്മളിപ്പോൾ അടുത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം മീഡിയ ഓവർലോഡ്. ഇപ്പൊ നമുക്കറിയാം ഇന്ന് ഇൻഫർമേഷൻ ഓവർലോഡാണ്. ഇപ്പൊ ഒക്കെ വന്നു, എല്ലാവർക്കും, കുട്ടികളടക്കം, വളരെ ചെറിയ പിള്ളേർക്കടക്കം ChatGPTയും യുടെ ടൂൾസും എല്ലാം ഉപയോഗിക്കാൻ വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ ഓവർലോഡ് ഉണ്ട്. അപ്പോൾ ഞാനൊക്കെ ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യണമെങ്കിൽ, ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ ലൈബ്രറി ആശ്രയിക്കാതെ, പുസ്തകങ്ങൾ റെഫർ ചെയ്യാതെ വേറെ മാർഗമില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഫോണിന്റെ ഒരു സ്ക്രീനിൽ ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വലിയ ശരിക്കും പറഞ്ഞാൽ നല്ലതല്ലേ? പണ്ട് കാലത്ത് ഇത് ലൈബ്രറിയിലൊക്കെ പോയി ഒരുപാട്
സംഭവങ്ങൾ കിട്ടാണ്ടുണ്ട്. Yes, അതായത് പല റിസോഴ്സസും നമുക്ക് കിട്ടാണ്ടുള്ള സാഹചര്യം ഉണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ ഈ ഇന്ന ഇൻഫർമേഷനിൽ നമുക്ക് പല ഇതും കിട്ടും. അതായത് നമുക്കിപ്പോ എന്തെങ്കിലും പഠിക്കണം, അതിപ്പോ പക്ഷെ അതിന്റെ ഇത് പഠനങ്ങൾ നടക്കുന്നത് ഇപ്പോ US-ലോ ജർമ്മനിയിലോ അങ്ങനെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലായിരിക്കും. പക്ഷെ നമുക്ക് അവരെന്ത് സ്റ്റഡി ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കിട്ടും. സോ അതിനെങ്ങനെ നമുക്ക് അല്ല, ഇതിപ്പോ നമ്മള് ആ ടോപ്പിക്കിന്റേക്ക് എത്തിയിട്ടില്ല. ഇത് വേറെ ഒരു ടോപ്പിക്കായിട്ട് നമുക്കൊരു ഒരു ഒരു ഫ്രഷ് ടോപ്പിക്കായിട്ട് വേറൊരു എപ്പിസോഡിൽ ചെയ്യാം. അതായത് മിക്കപ്പോഴും അതിന് ഞാനൊരു ഫ്രെയിം ആയിട്ട് ആ ചോദ്യത്തിന് ഉത്തരം പറയാം, അല്ലെങ്കിൽ നമുക്കത് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. അപ്പോൾ മിക്ക പാരന്റ്സും വന്ന് പറയാറുണ്ട്, കുട്ടികൾ പല കാര്യങ്ങൾക്ക് റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടെന്ന വ്യാജേന മൊബൈൽ ഫോൺ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു, അതെങ്ങനെ നിർത്താം, ഈ മൊബൈൽ ഫോൺ കംപ്ലീറ്റ്ലി പിടിച്ചു വെക്കണമോ, ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് പല രാജ്യങ്ങളിൽ നടക്കുന്ന സ്റ്റഡീസ്, പല റിസർച്ചസ്, പല ടോപ്പിക്കിനെയും കുറിച്ച് ക്യൂരിയസ് ആയിട്ട്, ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ എല്ലാ കുട്ടികളും ഗെയിം കളിച്ചും ഒന്നും സമയം വേസ്റ്റ് ആക്കുകയല്ല. അതിൽ പലരും ഉണ്ട് ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാർ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതൊരു ഇതായിട്ട് ഞാൻ പറയില്ല. കാരണം ഗെയിംസ് അതിപ്പോ ഫ്യൂച്ചർ അതൊരു ഫ്യൂച്ചറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വിർച്വൽ ഇത് സിമുലേഷൻസും ആ ഒരു സംഭവമൊക്കെ വരുമ്പോ അത് റിയൽ വേൾഡിനെ സിമുലേറ്റ് ചെയ്യുന്ന ആ ഒരു സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് എന്താ വരിക, അതായത് അതിനൊരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു എപ്പിസോഡ് അങ്ങനെ തന്നെ ചെയ്യാം. അതായത് നമുക്ക് ഈ ഒരു മീഡിയാസ് പോസിറ്റീവായിട്ട് യങ് ജനറേഷൻ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് നമുക്ക് അങ്ങനെ തന്നെ ഒരു എപ്പിസോഡ് ചെയ്യാം. അപ്പോ വാട്ട് ഐ ഇന്റൻഡഡ് ടു സേ ഈസ് ഇതിപ്പോ ആ സമയം വളരെ പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ കിട്ടുന്നു എന്നുള്ളത് ഒരു പാർട്ട് മാത്രമാണ്. ഇതിനകത്ത് ഡോപ്പമൈൻ റഷ് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അപ്പൊ കുട്ടികളിൽ സാധാരണഗതിയിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. ആസ് എ 6-year-old ബോയ്, ഒരു 6 വയസ്സുണ്ടായിരുന്ന സമയത്ത് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു നീ ചെയ്തിരുന്നത്? ഞാൻ 6 വയസ്സായിരുന്ന ടൈമില് ഫോണൊന്നും ഇല്ല. ഓക്കെ, ഗുഡ്. ആ ഒരു ടൈമില് സ്കൂള് കഴിഞ്ഞ് വരും, അമ്മ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി വെക്കും, കഴിക്കും. എന്നിട്ട് ആ സമയം ഫുട്ബോൾ അത്യാവശ്യം ക്രേസ് ഉണ്ടായിരുന്നു. അപ്പോ പുറത്തു പോയി ഫുട്ബോൾ കളിക്കുമായിരുന്നു. ആൻഡ് പിന്നെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. സൈക്കിളിൽ പിന്നെ എനിക്ക് അതിലെ ഓൾട്ടറേഷൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇത് ടയർ വീട്ടിലെ സ്പാനർ എടുത്തുകൊണ്ട് പോയിട്ട് അതിന്റെ ടയർ ഊരാൻ ശ്രമിക്കുമായിരുന്നു. പിന്നെ അതിലെ അതിന്റെ ഹാൻഡിൽ ബാർസ് ഉണ്ടല്ലോ, അതിനെ പല ആംഗിളിൽ വെച്ച് എക്സ്പെരിമെന്റ്സ് നടത്തുമായിരുന്നു. പിന്നെ ഇതൊക്കെ അങ്ങനെ ചെയ്തിരുന്നപ്പോഴേ ഒരു ഹാപ്പിനെസ് അതിനകത്തുനിന്ന് കിട്ടിയിരുന്നില്ലേ? അതായത് അതും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഡോപ്പമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോണാണ്. അപ്പോ ഈ ഹോർമോൺ ഒരു ആൾക്ക് കിട്ടുന്ന പകരം അത് നമുക്ക് കമ്പയർ ചെയ്യാം. ആസ് എ 6-year-old ബോയ് നീ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന സാധനം അല്ല ഇന്ന് ഈ ദിവസം സ്കൂൾ വിട്ട് വന്ന ഒരു 6 വയസ്സുകാരൻ ചെയ്യുന്നത്. വന്നപാടെ യൂണിഫോം ചേഞ്ച് ചെയ്ത് ചിലപ്പോൾ ഫ്രഷ് ആയി ആഹാരം കഴിക്കുമ്പോൾ ചിലപ്പോൾ ടിവിയുടെ മുന്നിലോ മൊബൈൽ ഫോണിന്റെ മുന്നിലോ ആയിരിക്കും. ഞാൻ എല്ലാവരും അല്ല പറയുന്നത്, എല്ലാ കുട്ടികളും അങ്ങനെയല്ല. ഒരു മേജർ പോപ്പുലേഷന്റെ ഒരു പ്രശ്നമാണ് പറയുന്നത്. അപ്പൊ സാധാരണഗതിയിൽ ഈ പിള്ളേർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് പോലും അറിയാറില്ല. വളരെ റീസെന്റ് എനിക്ക് എൻ്റെ പേഷ്യന്റ് ആയിട്ട് വന്ന ഒരു കുഞ്ഞിനോട്, അവൾക്കൊരു 9 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ അവളോട് ഞാൻ ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ നാച്ചുറലി അത് ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്കതിന് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഷി വാസ് റിയലി കൺഫ്യൂസ്ഡ്. അപ്പോൾ അങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുകയാണ്, അവൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ഗെയിം കളിക്കും, അല്ലെങ്കിൽ മൊബൈലില് വീഡിയോസ് കാണും. ആ സമയത്ത് എളുപ്പമാണ് സ്കൂൾ ബസ് വരുന്നതിന് മുന്നേ വാരി കൊടുക്കുക. ഐ എം നോട്ട് ബ്ലെയിമിങ് എനി വൺ. അതിനകത്ത് ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ആസ് എ മദർ ഞാനും അത് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ടേസ്റ്റ് അറിയുന്നില്ല, അതിനകത്തുള്ള ഫുഡിന്റെ എന്റർടൈൻമെന്റിന്റെ ഡോപ്പമൈനെ കുറിച്ചൊരു ധാരണയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബോഡിയിൽ വരുന്ന ഡോപ്പമൈൻ ചേഞ്ച്, അതിനെക്കുറിച്ച് ധാരണയൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ സമയത്ത് ആൾക്ക് അതിനെക്കുറിച്ചുള്ള ഈവൻ ഫുഡിന്റെ പേര് പോലും ഓർമ്മയില്ല. ദോശയെന്നും സാമ്പാറെന്നും ചപ്പാത്തിയുടെയും പേര് പോലും ഈവൻ കുട്ടികൾക്ക് അറിയില്ല. അവര് കഴിക്കുന്നുണ്ട്, അവര് വളരുന്നുണ്ട്, എല്ലാം സംഭവിക്കുന്നുണ്ട്. അല്ല, അത് ഈ പ്രായത്തില് കുട്ടികൾ മാത്രമല്ലേ. ഇപ്പോ ഞാനാണെങ്കിൽ കൂടെ ഫുഡ് കഴിക്കുമ്പോ ഫോൺ യൂസ് ചെയ്യലുണ്ട്. പക്ഷെ പലപ്പോഴും ടേസ്റ്റ്
ലൈക് സട്ടിലാന്ന് തോന്നിയിട്ടുണ്ട്. അത് തന്നെയാണ്. ഇപ്പൊ നമ്മളിത് കുട്ടികളുടെ വിഷയം സംസാരിച്ച് തുടങ്ങിയിട്ട് അതിന് ഡോപ്പമൈൻ ഡീടോക്സിസിറ്റിക്ക് വരുന്നത് കൊണ്ട് ആ ടോപ്പിക് അങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞതാണ്. അതൊരു റെലവന്റ് ടോപ്പിക് ആയതുകൊണ്ട് റെലവന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോ ആ കുട്ടികളിൽ എന്താ സംഭവിക്കുക, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഹാപ്പിനെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിഠായി കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എക്സൈറ്റ്മെന്റ് അവന്റെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ്, ഡോപ്പമൈൻ്റെ ഒരു ചെറിയ ത്രഷ് അവന് നഷ്ടപ്പെട്ടു വരികയാണ്. കാരണം എന്താണെന്നറിയാവോ, ഇതിന്റെ ബേസ് ലൈൻ ത്രഷോൾഡ് വളരെ മേളിപ്പോയി എന്നുള്ളതാണ്. കാരണം കണ്ടമാനം കിട്ടുന്നുണ്ട് റീലുകൾ. ഇപ്പോ മനുഷ്യന്, അത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവർക്കും മണിക്കൂറുകളോളം റീല് കണ്ടിരിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു കാലഘട്ടത്തില് ഒരു പക്ഷേ ഒരു 10-15 വർഷത്തിന് മുന്നേ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, ഒരു 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഒറ്റപ്പെടൽ, ബോറടിക്കുന്നു എന്നുള്ളത്. പക്ഷെ ഇന്ന് മിക്കപ്പോഴും അത് ഒരുപാടൊന്നും കേൾക്കാനില്ല. കാരണം എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്, എല്ലാവരും റീലിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് മാറി എത്ര അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്ക്രോളിംഗ് നമുക്ക് അനുവദനീയമാണ്. അൺലിമിറ്റഡ് വൈഫൈ എല്ലാവർക്കും ഉണ്ട്, വളരെ ചീപ്പായിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഹോർമോൺസ്, ഇപ്പൊ ഞാൻ ഇന്ന് ഡോപ്പമൈനെ കുറിച്ച് മാത്രം പറയുന്നത് കൊണ്ടാണ് ഈ ഒരു ത്രഷിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്, എവറി ഇമോഷൻസ് ആർ കൺട്രോൾഡ് ബൈ ദീസ് കെമിക്കൽസ്. ഓരോ ഹോർമോൺസ് കൺട്രോൾ ചെയ്യുന്ന ഓരോരോ സാധനങ്ങളുണ്ട്. നമ്മുടെ ബോഡി ടോട്ടലി ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസത്തിൽ നടക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈവൻ റിലേഷൻഷിപ്പിന് അകത്ത് വരുന്നതാണെങ്കിൽ പോലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല സംഗതികളും, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ആസ്വദിക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. അപ്പോ അവിടെയാണ് ഈ ഡീടോക്സിസിറ്റിയുടെ ആവശ്യകത വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഓവർലോഡ് ഉണ്ട് എന്നുള്ളത് നീ സമ്മതിക്കുന്നു എന്നുള്ളത്. ഇപ്പോ ഓവർലോഡ് ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ഡോപ്പമീനെ നമ്മൾ ഡീടോക്സ് ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റിനോട് ഞാൻ എതിര് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇനി ഡീടോക്സ് വേണോ എന്നുള്ളതിനെ കുറിച്ച് കുറച്ചുകൂടെ നമുക്ക് ക്ലാരിറ്റി വരുത്താം. അതായത് ആ പോയിന്റ് കുറച്ചുകൂടെ ക്ലാരിറ്റി വേണം എന്നുള്ളത്. വി ക്യാൻ കൺട്രോൾ ഇറ്റ്, ബട്ട് അത് ഡീടോക്സ്. അപ്പൊ ഇനി ഈ ഡീടോക്സിസിറ്റി എന്നുള്ള ഒരു പദം, അവിടെയാണ് ഈ കൺഫ്യൂഷൻ എനിക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഡീടോക്സിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഡീടോക്സ് ക്ലിനിക്കില് ഒരു അഡിക്ഷൻ ഉള്ള ആളിനെ കൊണ്ടുപോകുന്നു. ഡീടോക്സിഫിക്കേഷൻ അങ്ങനെയാണല്ലോ, അവന്റെ ബോഡിയിലുള്ള അവന്റെ ടോക്സിസിറ്റി കളയുക എന്നുള്ളത്. അവിടെ പല തരത്തിലാണ് വരുന്നത്. ചിലർക്ക് ആ ബോഡിയിലുള്ള കംപ്ലീറ്റ് ടോക്സിൻസും ഇലിമിനേറ്റ് ചെയ്യണം. ചിലർക്കാണെങ്കിൽ അതൊരു മോഡറേറ്റ് ലെവലിൽ റെഡ്യൂസ് ചെയ്താൽ മതിയാവും. അത് മോഡറേറ്റ് ലെവലിൽ, വളരെ മോഡറേറ്റ് ലെവൽ. ചിലർക്കാണെങ്കിൽ വളരെ മൈനർ ആയിട്ടുള്ള, അതായത് ജസ്റ്റ് ഒരു ആബ്സ്റ്റിനൻസ് മാത്രം മതിയാവും. ആ പെർട്ടിക്കുലർ ഒരു ഒപ്പിയോയിഡോ ഒരു എന്തെങ്കിലും ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന വാട്ട് എവർ ഇറ്റ് ക്യാൻ. അപ്പോ ഈ ഡ്രഗിന്റെ ഒരു അല്പസമയത്തുള്ള ആബ്സ്റ്റിനൻസ് പോലും ആളെ ഈ പർട്ടിക്കുലർ ഈ ഡീടോക്സ് എന്ന് പറഞ്ഞ പദം ഉപയോഗിക്കുന്നത് നീ വിചാരിക്കുന്ന പോലെ കംപ്ലീറ്റ് അതങ്ങ് വലിച്ചെടുത്ത് കളയുക എന്നുള്ളതല്ല. ഡോപ്പമൈൻ ഒബിയസ്ലി എല്ലാവർക്കും വേണ്ട സാധനമാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു ത്രഷ് പോലും തരണം. ഓരോ ദിവസവും ഒരു പുതിയ ദിവസമായിട്ട് ഫീൽ ചെയ്യുന്നത്, ഓരോ ദിവസത്തിന്റെ ഹാപ്പിനെസ് നമ്മൾ അനുഭവിക്കുന്നത്, ഓരോ ദിവസവും പുതിയതായിട്ട് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്, സർവൈവ് ചെയ്യാനായിട്ടുള്ള ഒരു പുഷ് കൊണ്ട് തരുന്നത്, ഇതെല്ലാം ഡോപ്പമൈനാണ്. ആ ഒരു ഹോർമോണിനെ കംപ്ലീറ്റ്ലി എടുത്ത് കളയല്ല ഈ ഡീടോക്സിസിറ്റി എന്ന് പറഞ്ഞ പദം കൊണ്ട് ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മുടെ ബോഡിയിൽ ടോക്സിസിറ്റി ലെവലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് വരുന്നത്. ഐ തിങ്ക് നൗ ഇറ്റ്സ് ക്ലിയർ. അപ്പോ അതായത് ഈ ഡോപ്പമൈൻ നല്ലതാണെന്നും അത് കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത്, അതാണ് അതിന്റെ പ്രശ്നമായിരുന്നത്. യെസ്, ഇപ്പോ അതിന്റെ വേരിയന്റ് അനുസരിച്ച്, ലൈക്ക് ഒരാള് എത്രത്തോളം അതിനകത്ത് അതായത് ഓവർലോഡ് എത്രയാണോ അതിലൊന്ന് ലോഡ് എത്ര കുറയ്ക്കണം എന്നുള്ളത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും. നമുക്ക് ഇതിനകത്ത് ഒരു പ്രിൻസിപ്പിൾ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് എത്ര മില്ലിഗ്രാം നമുക്ക് ആവശ്യമുണ്ടെന്നോ, എത്ര മില്ലിഗ്രാം കൂടെ കിട്ടിയാൽ ആൾ ഓക്കെ ആവുമെന്നോ, എത്ര അതിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് കളയണമെന്നോ അങ്ങനെ നമുക്കൊരു മെക്കാനിക്കൽ ഡോസേജ് പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ല. സോ വാട്ട് വി ക്യാൻ ഡു ഈസ് ജസ്റ്റ് ഒബ്സർവ് അവർ പാറ്റേൺ. അതായത് നമ്മുടെ പാറ്റേൺ ഒബ്സർവ് ചെയ്യുക. ഓരോ ഹ്യൂമൻ ബീങ്സും ഡിഫറെന്റ് ആണ്. ഓരോരുത്തർക്കും ഓരോ ബിഹേവിയർ പാറ്റേൺ ഉണ്ട്. അപ്പൊ അവര് ചില പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ചിലർ സ്റ്റിമുലേറ്റഡ് ആവും, ചിലർ ട്രിഗേർഡ് ആവും, ചിലർ ആങ്ഷ്യസ് ആവും. ഒരേ സീൻ തന്നെ ഒരു 10 പേര് 10 തരത്തിൽ റിയാക്ട് ചെയ്യും. നമുക്കറിയാം എന്തെങ്കിലും ഒരു ലൈക്ക് ഒരു ആദായ എക്സാമ്പിൾ പറയാം. നമ്മൾ റോഡിലൊരു സീൻ ഉണ്ടായി. നീ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടിയിൽ ഒരാൾ വന്ന് കുറുകെ ചാടി. അവിടെ ഒരു ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ടായി, ലൈക്ക് ഒരു തർക്കം ഉണ്ടായി. വന്നു കൂടുന്ന 10 പേരും ഈ അനുഭവിക്കുന്ന നീയും അല്ലെങ്കിൽ ഇതേ സാഹചര്യം ഫേസ് ചെയ്യുന്ന ഒരാളും
ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും റിയാക്ഷൻ ഇടുന്നത്. സോ ഈ സിമിലർ സിറ്റുവേഷൻ തന്നെ ഫേസ് ചെയ്യുന്ന വേറൊരാള് ബോധം കെട്ട് വീഴുകയും ഓവർ റിയാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും. ചിലർ വളരെ കമ്പോസ്ഡ് ആയിട്ട് ആ സീനിനെ അതിനെ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യമുണ്ട്, എത്ര കമ്പോസ്ഡ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാലും ചുറ്റും കൂടിയ ആൾക്കാരുടെ മാനസികാവസ്ഥയും കൂടെ ആശ്രയിച്ചിരിക്കും ഇത്. അപ്പോൾ ഇത് ഒരു കോംപ്ലിക്കേറ്റഡ് സിനാരിയോ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എനിക്കറിയില്ല അത് എത്രത്തോളം സ്യൂട്ട് ആവുന്നു, ബട്ട് ഐ ട്രൈഡ്. അപ്പോ ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഉദ്ദേശിച്ച സംഭവം? മനസ്സിലായോ? അതായത് നമ്മൾ ഒരു സംഭവത്തോട്, ഒരു പ്രത്യേക സിറ്റുവേഷനോട് റിയാക്ട് ചെയ്യുന്നത് വളരെ ഡിഫറെന്റ് ആയിരിക്കും. പലരും കറക്റ്റ് അത് തന്നെ, പലരും പല രീതിയിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹാപ്പിനെസ് ഒരാൾക്ക് ഉണ്ടാക്കുന്ന ഡോപ്പമൈനിന്റെ ത്രഷും ഡിഫറെന്റ് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ തിങ് ഒരാൾക്ക് ഉണ്ടാക്കുന്ന ഹാപ്പിനെസ് എക്സാക്ട്ലി അത് തന്നെ. അതായത് നിനക്കൊരു ഫസ്റ്റ് റാങ്ക് കിട്ടിയാല് ആ ദിവസം ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ ക്ലാസ് ഫസ്റ്റോ അല്ലെങ്കിൽ റാങ്കോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ ദിവസം നിനക്കുണ്ടാകുന്ന റിയാക്ഷൻ ആയിരിക്കില്ല നിന്റെ കോബെഞ്ചർക്ക് കിട്ടുന്നത്, നിന്റെ കൂട്ടുകാരന് കിട്ടുന്നത്. അപ്പൊ രണ്ടുപേരും രണ്ട് രീതിയിലായിരിക്കും അത് റിയാക്ട് ചെയ്യുന്നത്. ഒരു ബ്രേക്കപ്പ്, നീ റിയാക്ട് ചെയ്യുന്ന സാധനം ആയിരിക്കില്ല നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ പാർട്ട്നേഴ്സ് തമ്മിൽ, ഈ റിലേഷൻഷിപ്സിനകത്ത് വരുമ്പോഴും പാർട്ട്നേഴ്സ് തമ്മിൽ, അപ്പൊ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡോപ്പമൈൻ ത്രഷ് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യുന്നു എന്നുള്ളതിന്റെ ഇൻഡിക്കേഷനാണ്. അപ്പൊ നമ്മളത് ഡീടോക്സ് ചെയ്യുമ്പോഴത്തേനും ആദ്യം എന്താണ് നമുക്ക് ഓവർലോഡ് ആകുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഏറ്റവും റെലവെന്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്, ഒരു 90% ആൾക്കാർക്കും നമ്മൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയും നമ്മൾ ഫോണിൽ ഇതായിട്ട് ഗൂഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയമാണ്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഫാസ്റ്റ് സംഗതികളാണ് നമുക്ക് ഓവർലോഡ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ അത് കാരണം ഒരുപാട് അറ്റൻഷൻ സ്പാൻ കുറഞ്ഞതായിട്ട് ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്. കറക്റ്റ് ആണ്. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മള് പണ്ടൊരു കുറച്ച് ലാഗ് ആയിട്ടുള്ള ഒരു മൂവി കാണുമ്പോൾ പോലും നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മൾ അവിടെ വെച്ച് പോസ് ചെയ്തിട്ട് എനിക്ക് ഇത്ര മതി എന്ന് പറഞ്ഞ് നിർത്തി പോവുക. ഇപ്പൊ ഫോണിലാണ് കാണുന്നതെങ്കിൽ, മൂവി തിയേറ്ററിൽ പിന്നെ ഇതില്ല, പക്ഷെ ഫോണിലാണ് ഇപ്പൊ നമ്മളൊരു മൂവി കാണുന്നത്, പടം കുറച്ച് സ്ലോ പേസിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പറ്റുന്നില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് എൻഡിലോട്ട് വരണം, നമ്മളിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിപ്പോ ഈ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഈ ഒരു സ്ക്രീനിന്റെ നമ്മുടെ പ്രസൻസ് മാത്രമല്ല, ടോട്ടൽ ഒരാളുടെ ക്യാരക്ടറിനെ വരെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരാൾക്ക് ക്ഷമിക്കാനുള്ള കഴിവ്, വെയിറ്റ് ചെയ്യാനുള്ള കഴിവ്, ഒന്ന് പോസ് ചെയ്യാനുള്ള കഴിവ്, ഒരല്പം റെസ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, അത്തരം കണ്ടന്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കത് ഫർദർ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള സംഗതികളെല്ലാം അറ്റൻഷൻ സ്പാൻ കുറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ബിക്കോസ് ഇതിപ്പോ നീ അറൌണ്ട് ഒരു 4 years ആയിട്ടേ ഉള്ളൂ ഈ മൊബൈൽ ഫോൺ സ്വന്തമായിട്ട് വെച്ച് ആരുടെയും ഗൈഡൻസ് ഇല്ലാതെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടല്ലേ, അറൌണ്ട് ആ ഒരു കൊറോണയ്ക്ക് ശേഷം. യെസ്, ആ കോവിഡ് ടൈമിലാണ് നിനക്കത് ഫ്രീ ആയിട്ട് ഒരു സ്മാർട്ട് ഫോൺ കയ്യിൽ കിട്ടുന്നതും ഫ്രീ ആയിട്ട് അത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 4 വർഷം കൊണ്ട് നിന്റെ തലച്ചോറിലുണ്ടായ മാറ്റങ്ങളാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നതിന്റെ ഇടയിൽ നീ പറഞ്ഞത്. കറക്റ്റ് അല്ലേ? അപ്പൊ ആലോചിച്ച് നോക്ക്, ജനിച്ച ദിവസങ്ങളാകുമ്പോ മുതൽ കൊച്ചിനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാർട്ടൂൺ കാണിച്ചു കൊടുക്കുന്ന അവന്റെ തലച്ചോറ് ഈ 22 വയസ്സാകുമ്പോ എങ്ങനെ ട്രാൻസ്ഫോം ആവും? അപ്പൊ ഒരു കാര്യത്തിലും വെയിറ്റ് ചെയ്യാനോ അതിനി ഈ സ്റ്റഡീസ് ഇനിയും പ്രൂവ് ചെയ്യണം, എന്താണ് അതിന്റെ ഔട്ട്കം എന്നുള്ളത് ഇനി വരണം. ബട്ട് നമ്മൾ ഇതുവരെ വന്നതനുസരിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് ഈ പറഞ്ഞു പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഒരു കാര്യം വളരെ റിലവന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, അറ്റൻഷൻ സ്പാൻ കുറയുന്നത്. നമുക്ക് ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത്, ഒരു കാര്യവും കറക്റ്റ് ആയിട്ട് അതിനെ ഒരു ഡെഡിക്കേഷനോടെ ലോങ് ടൈമിൽ ചെയ്യാനായിട്ട് പറ്റാതെ പോകുന്നത്, മൾട്ടിപ്പിൾ ആയിട്ട് ടൈം പീരീഡ് അങ്ങ് വയ്ക്കും, അതില് ഇത് ഒന്നും നടന്നില്ലെങ്കിൽ പിന്നെ അതങ്ങ് ഡ്രോപ്പ് ചെയ്യുക ചെയ്യാം. യെസ്, അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ കിട്ടുന്ന ഈ ഒരു വളരെ ഫാസ്റ്റ്, കാരണം തലച്ചോറിന് അറിയില്ല ഈ ഇതുകൊണ്ടാണ് എന്നുള്ളത്, നമുക്ക് എന്തുകൊണ്ടാണെന്നുള്ളത്. വളരെ ഫാസ്റ്റ് നമ്പേഴ്സിൽ കിട്ടിക്കൊണ്ടിരുന്ന ഡോപ്പമൈന്റെ ഡോസ് കൊണ്ടുപോവാന്നത് പറയില്ലേ, സ്വാഭാവികമായിട്ടും. അപ്പൊ എന്ത് ചെയ്യും, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകും. ഈ റീൽസ് കംപ്ലീറ്റ് കാണാതെ സ്ക്രോൾ ചെയ്ത് പോകുന്ന എന്തിനാണ്? നമുക്കതിന്റെ ഒരു കണ്ടന്റിനെ കുറിച്ച് ഊഹം കിട്ടി, മതി, നെക്സ്റ്റ് മൂവി സെക്കൻഡ്സ് കൊണ്ട് നമ്മൾ അത്രയും പോലും നമുക്കത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ നമുക്ക് അടുത്തൊരു ത്രഷ് കിട്ടണം, അടുത്തൊരു പുഷ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ബേസ് ലൈൻ ത്രഷോൾഡ് എത്രത്തോളം മാറി എന്നുള്ളതാണ് അതിന്റെ ഇമാജിനേഷൻ, നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. മുമ്പൊക്കെ മാസങ്ങൾക്കൊരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയ്ക്കൊരിക്കലോ മാത്രമാണ് മൂവി തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുന്നത്, അതായത് ഒരു എന്റർടൈൻമെന്റ് മീഡിയ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിൽ ഞാൻ വേറൊരു ഡിസ്ക്ലൈമർ കൂടെ പറയാം, ഒന്നും പൂർണ്ണമായിട്ടും നല്ലതെന്നും ഒന്നും പൂർണ്ണമായിട്ടും തെറ്റെന്നും പറയാൻ പറ്റില്ല.
ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇൻഫർമേഷൻ കണക്ട് ചെയ്യുന്നതിന് വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ ഒരുപാട് നല്ലതാണ്. അപ്പോ ഈ ഗെയിമിനെല്ലാം കുറ്റം പറയുന്നവര്, പക്ഷെ ഗെയിം വഴി ആൾക്കാർ ആ ഇന്ററാക്റ്റീവ് മീഡിയ എഡ്യൂക്കേഷൻ പർപ്പസിന് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കും, നമ്മൾ ആണവായുധം ഉപയോഗിക്കുന്ന പോലെയാണ്. അത് ഡിസ്ട്രക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം, കൺസ്ട്രക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ അത് വേറൊരു ടോപ്പിക്കായിട്ട് നമുക്ക് സംസാരിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇനി അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് പറയാം. എനിക്ക് തോന്നുന്നു ക്ലിയർ ആയി എന്ന്. അതായത് ഇതിന്റെ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഈ ഹാപ്പി ഹോർമോൺ, ഈ ഒരു അഡിക്റ്റീവ് ഹോർമോൺ, ഐ റിയലി മീൻ ഇറ്റ്, അഡിക്റ്റീവ് ഹോർമോൺ. അപ്പൊ അഡിക്ഷൻ ഉണ്ടാക്കുന്ന, തലച്ചോറിന് അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഈ ഹോർമോണിനെ എങ്ങനെ നമുക്ക് അതിന്റെ ബാലൻസ് ലെവലിൽ കൊണ്ടുവരാം എന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു, അറിയാവുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ത് ചെയ്യണം? മീഡിയ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ കംപ്ലീറ്റ്ലി എറാഡിക്കേറ്റ് ചെയ്യാനും ആ ഒരു ഇത് കഴിയാത്തൊരവസ്ഥയിലല്ലേ. കാരണം ഇപ്പോൾ എന്തുണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് വേണം എന്നുള്ളൊരവസ്ഥയിലാണ്. ഇപ്പൊ എന്തെങ്കിലും പഠിക്കണമെങ്കിലോ എന്ത് വേണമെങ്കിലും യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ആ ഒരു മീഡിയ ഇല്ലാണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയാണ്. ഇപ്പോ ഒരാളിപ്പോ വാട്സപ്പ് ഒരു കുറച്ച് നാളത്തേക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ സംഭവം, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള മീഡിയാസ് കുറച്ച് നാളത്തേക്ക് ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ്ലി ആ ഒരു ഇതില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ എനിക്കതില്ലാണ്ട് കാരണം അത് എന്നെ ഇത് ചെയ്യുന്നതല്ല, സൊസൈറ്റി അത് സമ്മതിക്കുന്നില്ല, ആ ഒരു രീതിയിലാണ്. അതായത് എനിക്ക് ഒരാളെ ടെക്സ്റ്റ് ചെയ്യണമെങ്കിലോ അതിന് വേറെ, അതായത് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണം, വേറെ മാർഗം, ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ആ മുഴുവൻ ടീമിനെ അറിയിക്കാൻ പറ്റും. ഇതൊക്കെയല്ലേ ഉദ്ദേശിച്ചത്? ക്ലാസ് അറ്റൻഡ് ചെയ്യണം, വേറെ മാർഗമില്ല എനിക്ക്. അപ്പൊ അതാണ് നമ്മുടെ ഈ കോർ. ഇതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിന്റെ കോറിലേക്കാണ്, അതിന്റെ കോറിന്റെ ചോദ്യമാണ് നീ ഇപ്പൊ ചോദിച്ചത്. അതിനകത്തുള്ള വൈറ്റൽ പാർട്ടാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. അതായത് നമുക്കിപ്പോ കിട്ടുന്ന മിനിമം ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഇത്തരം സംഗതികൾ ഒഴിച്ചിട്ടുള്ള ഈ ഫാസ്റ്റ് നമ്പേഴ്സിന്റെ, അതായത് നമുക്ക് ഒഴിവാക്കാവുന്ന ഒരു സാധനം, ഇതിൽ ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന, നമ്മൾ ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന, ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് നമ്മൾ ഒഴിവാക്കേണ്ടത്, മിക്ക കുട്ടികളും ഇപ്പോൾ പിള്ളേരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്, എസ്പെഷ്യലി ടീൻസ്, അവര് ടോയ്ലറ്റിൽ പോകുമ്പോൾ മൊബൈൽ ഫോൺ കൊണ്ടാണ് പോകുന്നത്. അപ്പൊ യെസ്, അപ്പൊ അത് വളരെ ഒരു വലിയ പോപ്പുലേഷൻ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോ ടോയ്ലറ്റിൽ പോകുമ്പോഴത്തേനും ഈ ക്ലോസറ്റിൽ ഇരിക്കുന്ന സമയം മുഴുവനും ഈ സ്ക്രോളിംഗ് നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ആദ്യം നമ്മൾ അവിടെ ഈ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയം നമുക്ക് അടിയന്തരമായിട്ട് മെസ്സേജ് അയക്കേണ്ട കാര്യം വേണമെങ്കിൽ ഒഴിവാക്കാമല്ലോ. ഒരു കുളിക്കുന്ന സമയം ഒരു 15 മിനിറ്റ്സ്, ടോയ്ലറ്റിൽ പോകുന്ന സമയം ഒരു 10 മിനിറ്റ്സ്, ഇത്രയും പോട്ടെ, ഒരു അരമണിക്കൂർ നമുക്കത് ഒഴിവാക്കാവുന്ന ഒരു കാര്യമല്ലേ. അതിനിടയിൽ ആൾക്ക് വേറെ ഒന്നും സംഭവിച്ചു പോകില്ലല്ലോ. സോ നമ്മൾ ഒരു ഡോപ്പമൈൻ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം കുട്ടികളോട് അഡ്വൈസ് ചെയ്യുന്നത്, റിക്വസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോയ്ലറ്റിൽ പോകുമ്പം മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നത് കമ്പൽസറി ആയിട്ട് ഒഴിവാക്കുക. ആദ്യം അതൊരു ബുദ്ധിമുട്ടായിരിക്കും, സമ്മതിച്ചു. കാരണം ഒരു ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സും ഭയങ്കര ഹാപ്പി ആയിട്ടല്ല സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ ഒരു ഡ്രഗ് അഡിക്ഷന് വേണ്ടിയിട്ട് ഒരാളെ കൊണ്ടുപോയാലും അവന് ചെയ്യുന്ന ട്രീറ്റ്മെന്റിന്റെ പ്രോസസ് ഒന്നും അത്ര ഒരു ഹാപ്പി എന്റർടൈനിങ് പരിപാടികളൊന്നുമല്ല. അത് ഭയങ്കര ആ ഒരു സമയം നല്ല ലാഗുള്ള, ഒരുപാട് ബുദ്ധിമുട്ടുള്ള, അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസമുള്ള, എന്നാൽ ടെംപ്റ്റിങ്ങുമായിട്ടുള്ള ഒരു സംഭവമാണ്. ആദ്യം ഒരു ദിവസം ചെയ്ത് നോക്കും, രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേനും പോക്കറ്റിൽ വെച്ച് കൊണ്ടുപോകാൻ നോക്കും. അപ്പൊ അത് ആ ടെംപ്റ്റിങ്ങിനെ പിടിച്ചു നിർത്താനാണ്. ഇതിനകത്ത് ആരും വന്ന് പ്രത്യേകിച്ച് പിടിച്ചു വെക്കുകയോ നിങ്ങൾ അതിനകത്ത് ആ 4 വരിക്കകത്ത് എഴുതാനായിട്ട് പ്രേരിപ്പിക്കുകയോ ഒന്നും ചെയ്യൂല. അത് അവനവൻ തന്നെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അപ്പോ ആദ്യം നമുക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. എപ്പോഴും നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്നത് എന്താണ്? പ്രോബ്ലം നമുക്ക് പ്രോബ്ലം ഉണ്ടെന്ന് ഫേസ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യും, അല്ലേ? അപ്പൊ നമ്മൾ ഇപ്പൊ ആദ്യം നമ്മൾ ഡോപ്പമൈൻ ഡീടോക്സിഫിക്കേഷന്റെ ആവശ്യകത ഉണ്ടെന്ന് പറഞ്ഞു, ഡോപ്പമൈനിന്റെ അളവ് കൂടുതലാണെന്ന് പറഞ്ഞു, നമുക്ക് ഓവർലോഡഡ് ആണെന്ന് പറഞ്ഞത്. അങ്ങനെ വരുമ്പോഴത്തേനും അടുത്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു ഒരു പരിധി വരെ ഇതിന്റെ മെജോറിറ്റി സാധനങ്ങൾ മീഡിയയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അടുത്ത് എന്താ ചെയ്യേണ്ടത്? അതിന്റെ ഒരു ആക്ഷൻ ആണ്. ആ ഐഡന്റിഫിക്കേഷൻ, ആക്ഷൻ, പിന്നെയാണ് റിസൾട്ട് വരുന്നത്. അപ്പൊ ആക്ഷന്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യാൻ പറ്റുന്നത്, ഇത് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ആ അരമണിക്കൂർ മൊബൈൽ ഫോൺ കമ്പൽസറി ആയിട്ട് ഒഴിവാക്കുക എന്ന്. പിന്നെ ചെയ്യാൻ പറ്റുന്നത്, വലിയ ബിസിനസ് പേഴ്സൺസ് ഒന്നും അല്ലെങ്കിൽ ആ സ്റ്റാർട്ടിങ്ങിലെ തുടങ്ങാവുന്ന ഒരു കാര്യമാണ്, വീക്കെൻഡ്സിൽ ഒരു ഫുൾ ഡേ, അത് രാത്രി ഒരു 9:30 ആകുമ്പോഴത്തേനും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കബോർഡിനകത്ത് ഇടുക. അടുത്ത ദിവസം രാത്രിയിൽ 9:30 മാത്രം അത് തിരിച്ചെടുക്കുക, സ്വിച്ച് ഓൺ ചെയ്ത്. ഒരു ഫുൾ ഡേ, ഒരു 24 hours അത് യൂസ് ചെയ്യുന്നില്ല. അതായത് ഡോപ്പമൈൻ ഫാസ്റ്റിംഗ് എന്ന് നമുക്ക് അതിനെ വേണമെങ്കിൽ വിളിക്കാം. ഫാസ്റ്റിംഗ്, ഒരു വീക്ക്ലി വൺസ് ഫാസ്റ്റിംഗ്, ഡോപ്പമൈൻ ഫാസ്റ്റിംഗ്. അപ്പോ ഓവർലോഡ് നമുക്കത് ഒരു അരമണിക്കൂറിൽ തുടങ്ങി, ഒരു വീക്ക്ലി 1 day ഫാസ്റ്റിംഗിൽ തുടങ്ങി. ചില ആളുകൾ കണ്ടിട്ടില്ലേ, 10 ദിവസത്തേക്ക് ഒരു മെഡിറ്റേഷൻ ക്യാമ്പിൽ പോകും, വീട്ടിൽ നിന്ന് ഫോൺ പോലും എടുക്കാതെ ഒരു സ്ഥലത്തേക്ക് പോകും. ചില ആശ്രമങ്ങളിലൊക്കെ പോയി
10 ദിവസം 15 ദിവസം ചിലർ 45 ഡേയ്സ് ഒക്കെ. അപ്പോ നമുക്ക് തോന്നും ഇത് അയാളൊരു വലിയ ബിസിനസ് പേഴ്സൺ, എനിക്ക് പേഴ്സണലി അറിയാം, വളരെ ബിസിനസ് പേഴ്സൺ ആയിരിക്കും, വളരെ ഹൈ പൊട്ടൻഷ്യൽ ഉള്ള പ്രൊഫൈലാണ്. അപ്പൊ അത് ഞാൻ പറയണ്ട, അതിനൊക്കറിയാം. അപ്പൊ അവരുടെ ഫോണിലാണ് അവരുടെ ബിസിനസ് നടക്കുന്നത്. ബട്ട് ദേ ക്യാൻ കൺവേർട്ട് ദ കോൾ ടു സം അതർ പേഴ്സൺ. അപ്പൊ അതിനുള്ള പോംവഴികൾ ഇപ്പൊ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ബിസിനസ് ഒക്കെ വേറൊരാൾ ചെയ്യുന്നതോ മറ്റൊരാളുടെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം എടുത്തിട്ട് നമ്മളെ ക്ലെൻസ് ചെയ്യാനോ ഒക്കെ ഇവിടെ വഴികളുണ്ട്. അല്ലാതെ ഇത് കംപ്ലീറ്റ്ലി പോസിബിൾ അല്ലാത്തൊരു അസാധ്യമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. സോ അപ്പൊ അങ്ങനെ ചെയ്യാം നമുക്ക് അടുത്ത സ്റ്റേജ് എന്നുള്ള തരത്തിൽ. കംപ്ലീറ്റ്ലി ആദ്യം അതൊന്നും അത്ര എളുപ്പമല്ല. അപ്പോ നീ പറഞ്ഞില്ലേ ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ടു എന്നുള്ള സംഭവം. അപ്പൊ അങ്ങനെ ഒരു സംഗതി പരാജയപ്പെട്ട് തിരിച്ചിറങ്ങുന്നതിനേക്കാളും നല്ലത് വളരെ സ്ലോ ആയിട്ട് ഇതിന്റെ ഈ അരമണിക്കൂർ പ്രോസസ്സിൽ തുടങ്ങി, വീക്കിലി 1 ഫാസ്റ്റിംഗ് തുടങ്ങി, പിന്നെ വേണമെങ്കിൽ ഈ 10 ദിവസത്തേക്ക് ഒഴിവാക്കി, അല്ലെങ്കിൽ 45 ഡേയ്സിൽ ഒഴിവാക്കി നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ വളരെ ഇന്നർ സർക്കിളിലേക്ക് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കാൻ വേണ്ടി മാത്രമായിട്ട് കോൾ ഫെസിലിറ്റി മാത്രമുള്ള ഒരു ഫോൺ കീപ്പ് ചെയ്യുക, തുടങ്ങിയതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ ഈ സോഷ്യൽ ഹ്യൂമൻ ബീയിങ്സിന്റെ അടുത്ത് ഇന്ററാക്ട് ചെയ്യാതിരിക്കുന്നത് ഒരു നല്ല ഹാബിറ്റ് ഒന്നുമില്ല. സോ വി ക്യാൻ യൂസ് ദാറ്റ് ആസ് വെൽ. അപ്പോ ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എസ്പെഷ്യലി നിന്നോട്. പഠിക്കാനുള്ള ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് അയാൾക്ക് എങ്ങനെ അത് കംപ്ലീറ്റ്ലി എറാഡിക്കേറ്റ് ചെയ്യാൻ? അത് നമ്മൾ ഇതിന്റെ ഇടയിൽ പറഞ്ഞു പോയി, എന്നാലും ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. അപ്പോ ഈ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 24/7 എന്നുള്ളൊരു ഇത് മാറ്റുക, ആ കൺസെപ്റ്റ് മാറ്റുക. നമുക്ക് ഫാസ്റ്റിങ്ങിനുള്ള സമയം അതിന്റെ ഇടയിൽ നിന്ന് എടുക്കുക. നിനക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഒരു സ്റ്റുഡന്റ് എന്നുള്ള തലത്തിൽ എല്ലാ സമയം പഠിക്കുന്ന സബ്ജക്റ്റ് ആണ് ഫോണിൽ? പലരും ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കും എടുത്തു വെച്ച് ഫോണിൽ അതെല്ലാം സെർച്ച് ചെയ്ത് നോട്ട്സ് എല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് 100% ഉറപ്പുണ്ട്, ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അത് മിനിമൈസ് ചെയ്യുന്നു, വേറെ പേജിൽ കയറി പോകുന്നു. റൈറ്റ്? അപ്പൊ അങ്ങനെ ഈ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ സെൽഫ് ലിമിറ്റ് ചെയ്യാനുള്ള വേറൊരു മനസ്സൂടെ കാണിക്കണം. അവനോനാണ് അതിനകത്തുള്ള റെസ്പോൺസിബിൾ പേഴ്സൺ. വേറെ ആരും വന്ന് അതിനകത്ത് ടൈം ടേബിൾ സെറ്റ് ചെയ്യോ നന്നാക്കി തരികയൊന്നുമില്ല. സോ അങ്ങനെ പ്ലാനിങ് ഉണ്ടെങ്കിൽ അതിൽ നമ്മളിപ്പോൾ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ് ഈ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഡീടോക്സിസിറ്റി വേണമെന്ന് തോന്നുന്നതെങ്കിൽ അവന്റെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ആ ടൈം സ്പാനിൽ ചെയ്യുക. ബാക്കിയുള്ള സമയത്തിൽ ഈ ഫാസ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സ് സ്ട്രിക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. അത് അവന് വേണ്ടി ചെയ്യുന്ന സാധനമാണ്. ഇപ്പൊ ഒരു ഡ്രഗ് അഡിക്ഷൻ ഉള്ള ഒരാള് അയാൾ പൂർണ്ണമായിട്ട് ഇറങ്ങണമെങ്കിൽ അയാൾ തന്നെ വിചാരിക്കണ്ടേ? നമ്മൾ ഒരു ഡി അഡിക്ഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി തിരിച്ച് അവനെ കൊണ്ടുവന്ന് അതേ പൂളിലേക്ക് ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൻ തിരിച്ച് അവന്റെ അതേ സർക്കിളിലാണ് വരുന്നത്, അവന്റെ അതേ കമ്മ്യൂണിറ്റിയിലേക്കാണ് തിരിച്ചു വരുന്നത്. അപ്പോ അത് അവൻ തന്നെ തീരുമാനിക്കണം, ഈ സംഭവം കൊള്ളാം, ഈ പ്രോസസ്സ് കൊള്ളാം, ഇത് തിരിച്ച് നമ്മൾ തിരിച്ച് ഇതിലേക്ക് വരുമ്പോൾ എനിക്കും എൻ്റെ കുടുംബക്കാർക്കും എൻ്റെ സൊസൈറ്റിക്കും ഇതൊരു നല്ല സംഭവമാണ് എന്ന് തോന്നാനുള്ള ഒരു തോട്ട് പ്രോസസ്സ് അവൻ ഉണ്ടായാൽ മാത്രമല്ലേ അത് നിൽക്കുള്ളൂ, അത് സർവൈവ് ചെയ്യൂ, അത് സസ്റ്റെയിൻ ചെയ്യുള്ളൂ. ഐ മീൻ ഇറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റുഡന്റിന് അത് ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവൻ തന്നെ വിചാരിക്കണം. എനി ക്വസ്റ്റ്യൻസ്? ഇല്ല. അപ്പോ ഇതാണ് ഡോപ്പമൈൻ ടോക്സിസിറ്റിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു ടോപ്പിക് വളരെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരുപാട് സ്റ്റഡീസ് റീസെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഇത് വളരെ കോമൺലി യൂസ് ചെയ്യാത്തത് കൊണ്ട് ഒരുപാട് ക്വയറീസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരും ഉള്ളിൽ. ആ ചോദ്യങ്ങളൊക്കെ ഇവിടെ പോസ്റ്റ് ചെയ്യുക. അതിലൊക്കെ നമുക്ക് മറുപടി കണ്ടെത്താൻ സാധിക്കും. പിന്നെ മറുപടി അല്ലെങ്കിലും നമുക്കൊരു കൂട്ടായ ഒരു ചിന്തയും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ശ്രമം നമുക്ക് ഇവിടെ നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ കൂടെ ഈ ടോക്ക് ഷോയിൽ പങ്കെടുക്കണമെങ്കിൽ സംസാരിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ പുതിയ ടോപ്പിക്ക്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്ക് നമുക്ക് റിസർച്ച് ചെയ്യണമെങ്കിൽ അത് നമുക്ക് കൂട്ടായിട്ട് ചെയ്യാൻ സാധിക്കും. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. താങ്ക് യു.